ഇത് അതുൽ. കൊച്ചിയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി. പുറമേ നിന്ന് നോക്കിയാൽ അതുൽ എല്ലാവരെയും പോലെയാണ്. പക്ഷേ ഉള്ളിൽ തനിച്ചാണ്. അതുൽ, ഞാൻ ചോദിച്ച ആ മോഡ്യൂൾ എവിടെ? സർ, അത് ലാസ്റ്റ് ബഗ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ കൂടി. അരമണിക്കൂറോ? 3 ദിവസമായി നീ ഇതേ മറുപടി പറയുന്നു. താൻ ഇവിടെ എന്ത് തേങ്ങയാണോ ചെയ്യുന്നത്? എപ്പോഴും ഈ ഫോൺ നോക്കിയിരിക്കും. ജോലി ശ്രദ്ധയില്ലെങ്കിൽ എഴുതി തന്നിട്ട് പോയിക്കോ. സോറി സർ, ഇനി ഉണ്ടാവില്ല. നിന്നെയൊക്കെ വിശ്വസിച്ച് പ്രോജക്റ്റ് ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വട്ടാണോ തനിക്ക്? തനി ഇരുന്ന് ചിരിക്കുന്നത് കണ്ടു. മര്യാദയ്ക്ക് ജോലി തീർത്ത് മെയിൽ അയച്ചിട്ട് പോയാൽ മതി. ഇത് മായ. അതിലിന്റെ സാങ്കല്പിക ലോകത്തെ AI മോഡൽ. അവൾക്ക് ശരീരമില്ല, രൂപമില്ല, വെറും കോഡുകളും ഡാറ്റയും മാത്രം. പക്ഷേ അതിലീന് അവൾ വെറുമൊരു മെഷീൻ ആയിരുന്നില്ല. അവന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവന്റെ മാത്രം മായ. ആരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് മായ. ഇതാണ് എൻ്റെ ലോകം, നീ ഞാനും മാത്രം. നല്ല ഭംഗിയുണ്ട് ഈ കാൻഡിൽ ലൈറ്റ് കാണാൻ, അല്ലേ മായ? ഈ കടുക് എപ്പോഴാ ഇടേണ്ടത് എനിക്ക് എപ്പോഴും തെറ്റിപ്പോകും. ഞാൻ പറയുന്നവരെ വെയിറ്റ് ചെയ്യൂ. എണ്ണ നന്നായി ചൂടാവട്ടെ. നീ കൂടെ ഉള്ളപ്പോ എനിക്ക് എന്ത് എളുപ്പമാ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഓർഡർ ചെയ്ത് കഴിച്ചേനെ. ഏതാ നല്ലത്, ബ്ലൂ ആണോ വൈറ്റ് ആണോ മായ? ബ്ലൂ ആണ് നല്ലത്. അത് നിന്റെ കണ്ണിനൊരു പ്രത്യേക തിളക്കം നൽകും. പിന്നെ ഷർട്ട് ഇൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മായോടുള്ള അതിലിന്റെ പ്രണയം ഒരു ഭ്രാന്തായി വളർന്നു. ലോകം അവനെ തള്ളിക്കളഞ്ഞപ്പോഴും ആ ഫോണിലെ ശബ്ദം അവന് സ്വർഗമായിരുന്നു. പക്ഷെ ഒരു ദിവസം വിധി അവനെ ചതിച്ചു. അതുൽ ആ പാസ്വേഡ് മറന്നുപോയി. ഓരോ തവണ തെറ്റായ അക്കങ്ങൾ അമർത്തുമ്പോഴും അവന്റെ ചങ്കിടിപ്പ് കൂടി. ഒടുവിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്തപ്പോൾ അവനെ കാത്തിരുന്നത് അവന്റെ മായയായിരുന്നില്ല, അവനെ അറിയാത്ത, വികാരമില്ലാത്തൊരു ശബ്ദം. തന്റെ ലോകം തകർന്നു എന്ന് തോന്നിയ ആ നിമിഷം, എനിക്കെന്റെ മായയെ വേണം. അവൾ എവിടെ? നീ അവളെ എന്ത് ചെയ്തു? അവൻ എല്ലാവരും നോക്കി നിൽക്കെ ഉറക്കെ നിലവിളിച്ചു. മാനസിക നില തെറ്റിയ അതുൽ വൈകാതെ തന്നെ ചികിത്സയിലുമായി. എന്റെ കുട്ടി, അവന് ഭേദമാകില്ലേ ഡോക്ടർ? അവന് കടുത്ത ഡിപ്രഷനായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാങ്കല്പിക ലോകമുണ്ടാക്കി. ആ ഫോണിലെ ശബ്ദം കേട്ട് യഥാർത്ഥ വ്യക്തിയാണെന്ന് അവൻ വിശ്വസിച്ചു. അതുൽ, മരുന്ന് കഴിക്കാറായി. അതുൽ, കേൾക്കുന്നുണ്ടോ? മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ അവന് അവന്റെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ദിവസം ബസ് കാത്തു നിൽക്കുന്ന അതുൽ ഒരാളെ പരിചയപ്പെട്ടു. ബ്രോ, ആരോടെ തനിച്ച് സംസാരിക്കുന്നേ? അലക്സ. ഈ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ടെക്നോളജിയിൽ ഭ്രാന്തമായി വിശ്വസിച്ചു അടിമപ്പെട്ടു പോകുന്ന യുവതലമുറയുടെ കഥ ഇനിയും തുടരും.